അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ വേണ്ടി പോണത് പാൽപ്പായസമാണ്. നല്ല സേമിയൊക്കെ ഇട്ട പാൽപ്പായസം. അപ്പോൾ ഒരു 100 ലിറ്റർ പാലിലാണ് നമ്മളിന്ന് പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതുണ്ടാക്കി നമ്മൾ മാത്രം കഴിക്കില്ല, നമ്മുടെ നാട്ടുകാർക്ക് നമ്മളിന്ന് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നായിരിക്കും. അപ്പോൾ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കി നോക്കാം. കുറച്ച് ജവ്വരി കുതിർത്തണം. ഇത് പായസത്തിന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നത്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചോടാം. ഇത് കുറച്ച് കർപ്പൂരമാണ്, പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ഒരു സൂത്രവിദ്യയാണത്. പിടിക്കട്ടെ. നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം, അപ്പോഴാണ് എൻ്റെ ഭംഗി. ഇവിടെ അണ്ടിപ്പരിപ്പ് കളർ മാറി തുടങ്ങിയിട്ട് നമുക്കിനി മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വീർത്ത് വരും മുന്തിരി, അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഇറക്കാം. നമ്മുടെ മുന്തിരിയൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് നമ്മൾ കളർ മാറി നമുക്ക് ഇറക്കാം. നമുക്ക് ഇറക്കി വയ്ക്കാം. ആ നെയ്യോടുകൂടി എടുക്കണം. നമുക്ക് ഈ ഉരുളി തന്നെ ഒന്നുകൂടെ വയ്ക്കാം. ഈ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ നെയ്യിലൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. ഇത് നല്ലൊരു ഗോൾഡ് കളറാണ്, ഒരു ഗോൾഡ് കളർന്ന ഒരു ബ്രൗൺ. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. നല്ല അടിപൊളി കളർ. ഇത് ഇറക്കി വെച്ചാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കളർ മാറിക്കൊണ്ടേയിരിക്കും. ഈ ഉരുളിയുടെ ചൂടിലേ തട്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കളർ ഒരുപാട് മാറും. നമുക്കിത് വലിയ ഉരുളി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലാണ് പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇനി പാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടിക്ക് പിടിച്ചാൽ പിന്നെ പണിയാണ്, പായസം ആകെ രൂപക്കടാവും. ഇനി നമുക്ക് കുറച്ച് ജവ്വരി ഇട്ട് കൊടുക്കാം. ജവ്വരി പാൽപ്പായസം നിർബന്ധമില്ല, എങ്കിലും നമ്മൾ ഇത്ര ഉണ്ടാകുന്നതുകൊണ്ട് അല്പം കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ ജവ്വരി ഇട്ടത്. ഇത് പതുക്കെ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഒരുപാട് തീ കത്തിച്ചാൽ അടിക്ക് പിടിക്കും. അപ്പോൾ ചെറിയൊരു തീ വെച്ചിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നമ്മുടെ പാല് നല്ലോണം
തിളച്ചിട്ടുണ്ട്. ഇനി സേമിയ ഒന്ന് വേകണം. അപ്പോൾ നമ്മുടെ സേമിയ നല്ലോണം വന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടൻസ് മിൽക്ക്, ഇത് നമുക്കിത് കുറച്ച് കൊഴുപ്പും കൂട്ടും, നല്ല മധുരമുള്ള സാധനമാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കുറച്ച് കുറയ്ക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഏലക്കായ് ഒന്ന് ചതച്ചെടുക്കണം. ഏലക്കായാണ് ശരിക്കും ഇതിൻ്റെ മണം. അത് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഏലക്കായ് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ മണത്തിന് വേണ്ടി ചേർക്കുന്നത്. നല്ലോണം ഇളക്ക്. എല്ലാ ഏലക്കായ ഒക്കെ ഒന്ന് ഇളകി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നല്ല നമ്മുടെ പായസമായത്. അങ്ങനെ നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. മണം അടിപൊളി മണമാണ്. അടിപൊളി പായസം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പായസം നമുക്ക് ഗ്ലാസ്സിലേക്ക് ആക്കാം. ഇതിൽ ലേശം കട്ടി കൂടുതലാണ്. കട്ടി കുറയ്ക്കണമെങ്കിൽ അല്പം പാലൊഴിച്ചാൽ മതി. പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ നല്ലൊരു ഇതാവും. നമ്മൾ ഇരിക്കിരിക്കെ ഇത് കട്ടിയാവും. അപ്പോൾ നമ്മുടെ പാൽ പായസം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം. അങ്ങനെ ടേസ്റ്റ് നല്ല കറക്റ്റ് മധുരം നമ്മൾ കൂടുതൽ ഉപയോഗിച്ചില്ല, എങ്കിലും മധുരം ഇല്ലായിരുന്ന പിന്നെ പായസം ടേസ്റ്റില്ല. പൊളി സംഭവം. ഇത് ഇങ്ങനെ ഇരിക്കിരിക്കത്ത് കട്ടിയായി പോവും. അപ്പോൾ പാലൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റാണ്. കറക്റ്റ് ലെവലിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അടിപൊളി. പാൽപ്പായസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പാൽപ്പായസം. നമ്മളിപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ഇത്തിരി സമയം എടുത്തു. വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ പായസമുണ്ട്. നമുക്കിതൊക്കെ പാർസലാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർ, പാർസലല്ല, നമ്മളൊരു ബക്കറ്റിലാക്കിയിട്ട് നമ്മളുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അവരുടെ അടുത്ത് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ബക്കറ്റിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ആളുകൾക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഉരുളിയിൽ നമുക്ക് എന്തായാലും എടുത്ത് എല്ലാവരും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളൊരു വട്ടയിലാക്കിയതാണ്. അത് അടിപൊളി മണം അല്ലേ കാണാട്ടാ? സൂപ്പറായിട്ട് ഇതിലിങ്ങനെ ആക്കിയാൽ അതെ. സീറ്റ് മാർക്കണ്ട
ഉള്ളി